പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, ഓരോ തുള്ളി വെള്ളം ചേരുമ്പോഴാണ് ഒരു കുടം നിറയുന്നത്. അതുപോലെ ചെറിയ സമ്പാദ്യങ്ങൾ ചേരുമ്പോഴാണ് ഒരു വലിയ സമ്പാദ്യ ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമാകുന്നത്. എനിക്ക് സമ്പാദിക്കണമെന്നുണ്ട്, പക്ഷേ മാസാവസാനം കഴിയുമ്പോൾ ഒന്നും മിച്ചം പിടിക്കാൻ കഴിയുന്നില്ല എന്ന് പരാതിപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രശ്നം നിങ്ങളുടെ വരുമാനത്തിൻ്റെതല്ല, നിങ്ങളുടെ ശീലത്തിൻ്റെതാണ്. പണം സേവ് ചെയ്യുന്നത് പല്ല് തേക്കുന്നത് പോലെ ഒരു സ്വാഭാവിക ശീലമാക്കി മാറ്റാൻ സഹായിക്കുന്ന ചില എളുപ്പ വഴികളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ സാധാരണ എന്താണ് ചെയ്യാറ്? ശമ്പളം വരുന്നു, നമ്മൾ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി പണം ചെലവഴിക്കുന്നു, അവസാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സേവ് ചെയ്യാമെന്ന് കരുതുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഒന്നും ബാക്കി ഉണ്ടാകില്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ കൺമുമ്പിൽ പണം കാണുമ്പോൾ അത് ചിലവഴിക്കാനുള്ള ഒരു പ്രവണത നമ്മുടെ തലച്ചോറിനുണ്ട്. ഇതൊരു ചോർച്ചയുള്ള ബക്കറ്റിൽ വെള്ളം നിറയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. എത്ര വെള്ളം ഒഴിച്ചാലും ബക്കറ്റ് നിറയുകയില്ല. ഈ ചോർച്ച അടയ്ക്കുക എന്നതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. സമ്പാദ്യശീലം വളർത്താനുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ടെക്നിക്കാണ് പേ യുവർ സെൽഫ് ഫസ്റ്റ് എന്നത്. അതായത് നിങ്ങൾക്ക് വരുമാനം വരുമ്പോൾ മറ്റാർക്കെങ്കിലും വേണ്ടി പണം ചെലവഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഭാവിയുടെ ഒരു പങ്ക് മാറ്റിവെക്കുക എന്നുള്ളത്. ഇതെങ്ങനെ പ്രായോഗികമാക്കാം എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് സാലറി വരുമ്പോൾ നിങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വഴി. നിങ്ങൾക്ക് ശമ്പളം വരുന്ന അക്കൗണ്ടിൽ നിന്ന് ശമ്പളം വന്നയുടനെ ഒരു നിശ്ചിത തുക, ഉദാഹരണത്തിന് മിനിമം ഒരു 10% അല്ലെങ്കിൽ 20% നിങ്ങളുടെ സേവിങ്സിനായി മാത്രമുള്ള മറ്റൊരു അക്കൗണ്ടിലേക്കോ മ്യൂച്വൽ ഫണ്ടിലേക്കോ ഓട്ടോമാറ്റിക്കായി ആ പണം കട്ടാകുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ പണം നേരിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നില്ല, അത് നേരെ ആ അക്കൗണ്ടിലേക്ക് സാലറി വരുമ്പോൾ പോയിക്കൊള്ളും. അടുത്തതായിട്ട് ചെറുതായിട്ട് തുടങ്ങുക എന്നുള്ളതാണ്. തുടക്കത്തിൽ ഒരു വലിയ തുക ഈ സേവിങ്സിനായി മാറ്റിവെക്കാൻ ഒന്നും ശ്രമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ 5%, 2%, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത് ചെറിയ തുകയിൽ നിന്ന് തുടങ്ങാം. ഇവിടെ ഒരു തുകയ്ക്കല്ല പ്രാധാന്യം, എല്ലാ മാസവും മുടങ്ങാതെ പണം മാറ്റിവെക്കുന്ന ഒരു ശീലം നിങ്ങളിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. പിന്നീട് പതിയെ പതിയെ ആ തുക വർദ്ധിപ്പിച്ചാൽ മതിയാകും. അടുത്തതായിട്ടുള്ള ഒരു മെത്തേഡാണ് റൗണ്ട് അപ്പ് രീതി. നിങ്ങൾ കാർഡ് ഉപയോഗിച്ച് ഒരു സാധനം വാങ്ങുമ്പോൾ ആ തുകയുടെ അടുത്ത സംഖ്യയിലേക്ക് ഒരു റൗണ്ട് ചെയ്ത് ബാക്കി വരുന്ന ചെറിയ തുകകൾ സേവിങ്സിലേക്ക് മാറ്റുന്ന ഒരു രീതിയാണ് ഇത്. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു 87 രൂപയുടെ ഒരു സാധനം വാങ്ങുമ്പോൾ നിങ്ങൾ 100 രൂപയ്ക്ക് ആ സാധനം വാങ്ങിയതായി കണക്കാക്കി ബാക്കി വരുന്ന 13 രൂപ നിങ്ങളുടെ സേവിങ്സിലേക്ക് മാറ്റുക. നിങ്ങൾ അറിയാതെ തന്നെ ഇങ്ങനെ ഒരുപാട് പണം നമുക്ക് മാറ്റിവെക്കാൻ കഴിയും. അടുത്തതായിട്ട് സേവിങ്സിനായിട്ട് ഒരു പേര് നൽകുക എന്നുള്ളതാണ്. വെറുതെ സേവിങ്സ് എന്ന് പറയുന്നതിന് പകരം എന്റെ വീടിനുള്ള സേവിങ്സ്, മകളുടെ വിദ്യാഭ്യാസത്തിനുള്ള സേവിങ്സ്, ഇങ്ങനെ ഓരോരോ ലക്ഷ്യത്തിനും പേര് നൽകിക്കൊണ്ട് നിങ്ങൾ സേവിങ്സ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് വൈകാരികപരമായ ഒരു അടുപ്പം നൽകുകയും ആ പണം എടുത്ത് ചിലവഴിക്കുന്നതിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കുകയും ചെയ്യും. ഈ സമ്പാദ്യശീലം എന്നത് ഒരു മസിലാണ്. നമ്മൾ ഉപയോഗിക്കും തോറും അത് കൂടുതൽ ശക്തമാവും. ഇന്ന് തന്നെ ഒരു ചെറിയ തുക ഓട്ടോമേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ശീലത്തിന് തുടക്കമിടുക. നാളെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നാട്ടിൽ ഒരു വീടോ കാറോ ലോൺ എടുത്ത് വാങ്ങാൻ പ്ലാനുള്ളവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെ കുറിച്ചാണ്. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ അതെന്താണെന്നും അതെങ്ങനെ മെച്ചപ്പെടുത്താമെന്നും നാളെ നമുക്ക് സംസാരിക്കാം.